ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ്. 3 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ലഹരി ഉപയോഗം, അതുപോലെ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നിവയൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളായതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ മൊഴിയെടുക്കുന്ന സമയത്ത് ഷൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, ഉപയോഗിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിൻസി അലോഷ്യസിൻ്റെ പരാതിയിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, വിൻസി പറയുന്നതെല്ലാം കള്ളമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഷൈൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഏതായാലും വൈദ്യപരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട്. നഖവും രക്തവും മുടിയുമൊക്കെ പരിശോധിക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട്. ഏത് രീതിയിലുള്ള രാസപദാർത്ഥമാണ് ഷൈൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് ഏത് രീതിയിലേക്കാണ് പോകുന്നത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ദാവൂദ് സാർ, ഇന്നലെ ഷൈൻ്റെ വീട്ടിലെത്തി നോട്ടീസ് കൊടുക്കാൻ നേരത്ത് വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയല്ലോ, അതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ്. എന്തിനായിരുന്നു ഈ ഓട്ടം എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കുന്നത് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് ഷൈൻ എത്തുന്നു, ഏകദേശം 4-4.5 മണിക്കൂറോളം ചോദ്യം ചെയ്യുന്നു, ഏറ്റവും അവസാനം ഇത്തരത്തിൽ കേസെടുക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. പോലീസിൻ്റെ ഈ നീക്കത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? അല്ല, പോലീസിൻ്റെ നീക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോലീസ് ഇതിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം, അല്ലെങ്കിൽ പോലീസിനെ നയിക്കുന്ന ഭരണകൂടം, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കൊടുക്കാൻ, സമൂഹത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നൊരു സന്ദേശം എന്ന് വെച്ചാൽ സെലിബ്രിറ്റി എന്നോ ആരാണെന്ന് ഞങ്ങൾ നോക്കുന്നില്ല, നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിൽ പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ആരെയും കൈകാര്യം ചെയ്യും. ആ ഒരു മെസ്സേജ് പൊതുജനത്തിന് നൽകുക എന്നുള്ളതായിരിക്കും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉദ്ദേശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ ലഹരിക്കെതിരെ നടത്താൻ പോകുന്ന സമഗ്രമായ പദ്ധതികളെക്കുറിച്ചൊക്കെ സംസാരിച്ചാൽ, ഇന്നലെ എ റഹീം വാർത്താ സമ്മേളനം നടന്നത്, DYFI നേതാവ്, അദ്ദേഹം അതിൽ ഈ ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. പഴയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് വെച്ചിട്ട് രക്ഷപ്പെട്ട് കളയാമെന്ന് വിചാരിക്കുന്ന പഴയ കാലമല്ല ഇത് എന്ന് ഷൈൻ മനസ്സിലാക്കണം കേട്ടോ എന്നൊക്കെ റഹീം പറയുന്നുണ്ട്. അപ്പം സർക്കാരിനെ സംബന്ധിച്ച് അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഷൈനിന് വേറെ ആണെങ്കിൽ ഈ പരിപാടിയും സമ്മതിക്കത്തില്ല എന്നൊരു സന്ദേശം കൊടുക്കാനായിരിക്കും. ഇതിപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ, ടെലിവിഷൻ ചാനലുകളൊക്കെ ലൈവ് സ്ട്രീമിംഗ് ആണല്ലോ, അതെന്തുകൊണ്ട് അങ്ങനെ ഈ സീംലെസ് ലൈവ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് പ്രേക്ഷകർ കൂടുതലുണ്ടാകും എന്നുള്ളതുകൊണ്ടായിരിക്കും. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ എന്തോ ഒരു പുതിയ സംഭവമോ അല്ല അതിഭയങ്കരമായ സംഭവമൊന്നുമല്ല. ഇയാൾ ഏതോ ലഹരി കൺസ്യൂം ചെയ്തു എന്നുള്ളതാണല്ലോ ഇതിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ഡ്രഗ് കൺസ്യൂം ചെയ്തു എന്നുള്ളതാണ്, ഏതോ ഒരു സബ്സ്റ്റൻസ് കൺസ്യൂം ചെയ്തു എന്നുള്ളതാണ്. അത് നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം കേസുകൾ ധാരാളം വരുന്നുണ്ട്. NDPS 27-29 ഇയാൾക്കെതിരെ ചുമത്തിരിക്കുന്നത്. NDPS 27-29 എന്നൊക്കെ പറഞ്ഞാൽ കൺസംപ്ഷനാണ്. ഒന്ന് കൺസംപ്ഷനാണ്, മറ്റേത് അതിൻ്റെ എന്തോ ഒരു കൺസ്പിറസിയിലോ എന്തോ പങ്കാളികളാണ്. അത് ഗുരുതരമായ വകുപ്പുകളൊന്നുമല്ല, സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ ഇറങ്ങിപ്പോരാവുന്ന സംഗതിയാണ്. പക്ഷേ ഷൈൻ ടോം ചാക്കോ ആയതുകൊണ്ട്, സെലിബ്രിറ്റി ആയതുകൊണ്ട് അതിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നു. ഇദ്ദേഹം എന്താ പറയുക, ഞാൻ ഉപയോഗിച്ചില്ല, അത് അങ്ങനെയാണ്, അത് കളവാണ്, മറ്റേ വിൻസി പറഞ്ഞത് ശരിയല്ല, അതൊക്കെ ഒരാൾ ഒരു കേസിൽപ്പെട്ട ആൾ സ്വാഭാവികമായിട്ട് പറയുന്ന കാര്യമാണ്. ഷൈനെ അറിയാവുന്ന ആളുകൾക്ക്, ഷൈൻ്റെ ഇൻ്റർവ്യൂസ് അറിയാവുന്ന ആളുകൾക്ക്, അയാളുടെ ഹിസ്റ്ററി അറിയാവുന്ന ആളുകൾക്ക് അറിയാം അദ്ദേഹം ഇതിലുള്ള ഒരാളാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് എന്താണ്, കുടുംബത്തിൻ്റെ ഡിഫൻസ് എന്താണ്, നേരത്തെ അഡിക്ഷൻ സെൻറ്ററിൽ പോയ ആളാണ്. ആ ഒരു ഡിഫൻസ് അവർ ഉയർത്തുന്നതിനാണ് ഇതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്, അല്ലാതെ ഇത് തന്നെ പോകണമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല എന്നതാണ് ആ ഡിഫൻസ്. അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു അതിഗുരുതരവും മാരകവുമായൊരു സംഗതിയാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൽ ആവർത്തിക്കുന്നത്. ഇതൊരു പ്രശ്നമാണ്. ഇപ്പോൾ നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സെറ്റിൽ വളരെ സീനിയറായിട്ടുള്ള ആളുകൾ തന്നെ ലഹരിയായിട്ട് വരുന്നു, അവരുണ്ടാകുന്ന ഡിസ്റ്റർബൻസ് സ്ത്രീകളായിട്ടുള്ള സഹപ്രവർത്തകർക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് മാത്രമല്ല, പ്രൊഡ്യൂസേഴ്സിന് ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ്, അവരുടെ ഷെഡ്യൂളിനനുസരിച്ച് ഷൂട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത പ്രശ്നം, റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വരേണ്ടി വരുന്നു, ചില ആക്ടേഴ്സിനെ റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വരേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ, ഇത്തരം പ്രശ്നങ്ങൾ, അവിടെ ഉണ്ടാകുന്ന അച്ചടക്ക പ്രശ്നങ്ങൾ, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അതൊരു പ്രശ്നമാണ്, നമ്മുടെ ഒരു സാമൂഹിക വിപത്താണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് മറികടക്കുക എന്നുള്ളിടത്ത് തന്നെയാണ് ഞാൻ ഇപ്പം NDPS കൊണ്ട്, BNS കൊണ്ട് നമുക്കിത് മറികടക്കാൻ പറ്റില്ല. NDPS ഇപ്പോൾ 27-29 ഇയാൾക്ക് ഇട്ടിരിക്കുന്നു. കേസ് വിചാരണ കഴിഞ്ഞിട്ട് അയാൾക്ക് ശിക്ഷ കൊടുക്കുകയാണ്. ആ ശിക്ഷ കൊടുത്തിട്ട് എന്തു കാര്യം? എന്തുകൊണ്ടാണ് ഒരാൾ ലഹരി ഉപയോഗിക്കുന്നത്? എന്താ? അത് ലഹരി ആയതുകൊണ്ടാണ് അല്ലേ? അയാൾക്ക് അതിൽ നിന്ന് ലഹരി കിട്ടുന്നതുകൊണ്ടാണ്. ആ ലഹരി അയാൾക്ക് ഏതോ അർത്ഥത്തിലുള്ള
ആശ്വാസമോ സമാധാനമോ ഒക്കെ ലഭിക്കുന്നു എന്ന് അയാൾ വിചാരിക്കുന്നുണ്ട്. അത് ആശ്വാസമാണോ സമാധാനമാണോ, എൻഡ് ഓഫ് ദി ഡേ അതുണ്ടാക്കുന്ന പ്രയാസങ്ങൾ എന്താണെന്നുള്ളത് വേറെ വിഷയം. അപ്പോൾ അങ്ങനെ ഒരാളെ നമ്മൾ കുറേ ലീഗൽ പ്രൊസീഡിങ്സിലൂടെ, ശിക്ഷാ നടപടികളിലൂടെ തിരുത്താൻ പറ്റും എന്നുള്ളത് അത് ശരിയായൊരു വിചാരമേ അല്ല. ഞാൻ പറയുന്നു നമ്മുടെ ഇതിലെ ലീഗൽ പ്രാക്ടീസ് തന്നെ പൊളിച്ചെഴുതണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. ഒരാൾ ലഹരിക്ക് അടിമപ്പെട്ടാണെങ്കിൽ അയാൾക്കെതിരെ നിങ്ങളൊരു ചാർജ് ഇടുകയാണെങ്കിൽ NDPS അല്ലെങ്കിൽ BNS എന്താവട്ടെ, ആ ചാർജ് നിങ്ങൾ അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ. അപ്പോൾ വിചാരണയ്ക്ക് ഇതൊന്നും കാത്തു നിൽക്കണം. ഡോപ്പിംഗ് നടത്തുന്നു, രക്തപരിശോധന നടത്തുന്നു, അയാൾ ഇത് ഉപയോഗിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കിയാൽ അയാളെ ഇതിൽ നിന്ന് മുക്തനാക്കാൻ പറ്റുന്ന ഒരു സെറ്റിങ്സിലേക്ക് കൊണ്ടുപോകട്ടെ. അയാൾക്ക് ശിക്ഷയായിട്ട് എന്ത് സാമൂഹ്യ സേവനമോ ആ നിലക്കുള്ള എന്തെങ്കിലും ഒന്ന് കൊടുക്കട്ടെ. അല്ലാതെ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ ഒരു ക്രിമിനലായിട്ട് കാണുകയും അയാളുടെ ബന്ധുക്കളും അയാളുടെ സുഹൃത്തുക്കളും അയാളുടെ കുടുംബാംഗങ്ങളും എല്ലാം അയാളെ മോശക്കാരനായി കണ്ട് അയാളെ പുറന്തള്ളുന്ന ഒരു സമീപനം നമ്മുടെ ഇതിനെതിരായിട്ടുള്ള നിയമ നടപടികളുടെ ഭാഗമായിട്ട്, മാധ്യമ പരിചരണത്തിൻ്റെ ഭാഗമായിട്ട്, സാമൂഹികമായിട്ടുള്ള അതിനെ മനസ്സിലാക്കലിൻ്റെ ഭാഗമായിട്ടൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ നിത്യലഹരിക്ക് അടിമപ്പെടുത്തുന്ന വിധമാണ് മൊത്തത്തിലുള്ള, ഞാൻ ഒരു പെർട്ടിക്കുലർ ഗവൺമെൻറ് അല്ല പെർട്ടിക്കുലർ പോലീസ് എന്നുള്ളതല്ല, ഈ എക്കോസിസ്റ്റം മൊത്തം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ മാറിപ്പിടിച്ചേ മതിയാവുള്ളൂ. ഇത് ഇങ്ങനെ ഒരാൾ ലഹരി ഉപയോഗിച്ചു, അയാളെ പിടിക്കുന്നു, അത് ആഘോഷമാക്കുന്നു, അയാളെ പടം അടിച്ചു വരുന്നു, അയാളെ ഈ ഒരു ക്രിമിനലായിട്ട് കാണുന്നു, അയാൾക്ക് പെണ്ണ് കിട്ടുന്നില്ല, അയാൾ ഒരു നോർമൽ ലൈഫ് തന്നെ സ്തംഭിച്ചു പോകുന്ന തരത്തിൽ അയാളെ വീണ്ടും കൂടുതൽ ലഹരിക്ക് അടിമപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു എക്കോസിസ്റ്റമാണ് ലഹരി വിരുദ്ധതയുടെ പേരിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. അത് മാറുക എന്നുള്ളതാണ്. ഇപ്പോൾ ഷൈൻ ടോമിന് മനസ്സിലാക്കേണ്ട കാര്യം ഒരു പ്രതിഭയുള്ളൊരു മനുഷ്യനാണ്. ഈ മറ്റേ തല്ലുമാല എന്നുള്ള സിനിമയിൽ ഒരു പോലീസുകാരനായി വന്നിട്ട് അസംബ്ലിയിൽ പ്രസംഗിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയക്കൊന്നും അടിമപ്പെട്ടു പോകരുത് കേട്ടോ, നിങ്ങളെ ലൈഫ് നിങ്ങൾ തന്നെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അസംബ്ലി പ്രസംഗിക്കുന്നത്. അത് തന്നെയാണ് ഷൈനോട് പറയാനുള്ളത്. ഒരു വലിയ സാധ്യതയുള്ള ഒരു പ്രതിഭയാണ് താങ്കൾ. വെറുതെ ഈ ജാതി അലമ്പുകളിൽ പെടരുത്, ഒന്ന് മാറ്റിപ്പിടിക്കാം നമുക്ക് എന്നുള്ളതാണ്. രാഹു എന്താ പറയുന്നത്? ഷൈനിൻ്റെ ഈ സ്വഭാവം മാറൂ? ഞാൻ ഷൈൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്കെതിരായിട്ടുള്ള പോലീസ് കേസിൻ്റെയോ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടല്ല കാണുന്നത്. മറിച്ച് ഷൈൻ ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിക്കകത്ത് വലിയ തോതിൽ ഈ മയക്കുമരുന്ന് എന്ന സംഗതി ഒഴുകി പരക്കുന്നുണ്ട് എന്ന്, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നമാണല്ലോ. ഇത്രയും കാലമായിട്ട് നമ്മൾ കേട്ടിരുന്ന സിനിമയ്ക്കകത്ത് ഭയങ്കരമായ മയക്കുമരുന്നുണ്ട്, ചില ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, ഇന്ന ആൾ ഉപയോഗിക്കുന്നു, മറ്റേ ആൾ ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള കഥകളാണ്. ഇന്നിപ്പോൾ തന്നെ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട താരത്തെ പിടിക്കുകയും അയാൾക്ക് കൃത്യമായ ആവശ്യത്തിന് സബ്സ്റ്റൻസ് കിട്ടുന്നുണ്ട്, ഇന്ന ആൾ കൂടെ തരുന്നുണ്ട്, കിട്ടാനൊരു പ്രയാസവുമില്ല. അയാൾ ഉപയോഗിച്ച് അയാളുടെ ശരീരം മാത്രം മോശമാക്കുന്നു മാത്രമല്ല, അയാൾ സെറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ള പരാതികൾ വരുന്നു. അയാൾ ജോലി ചെയ്യുന്ന എക്കോസിസ്റ്റത്തിനകത്ത് തന്നെ അയാൾ പ്രശ്നക്കാരനായിട്ട് മാറുകയാണ്. അയാൾ പ്രശ്നക്കാരനാണെന്ന് വെച്ചാൽ അയാൾക്ക് മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഇൻഡസ്ട്രിയെ ബാധിക്കുന്നു, അതിൻ്റെ കച്ചവടത്തെ ബാധിക്കുന്നു, അതിൻ്റെ സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. അത് മാറ്റിയെടുത്താൽ ഇത് അപകടകരമായ ഒന്നാണ്. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള എന്തിനാണ്? ഈ താമരശ്ശേരിയിലും മറ്റും നടന്നിട്ടുള്ള ഹീനമായ കൊലപാതകങ്ങളുടെ കഥ കേട്ടിട്ടാണ്. അപ്പോൾ സമൂഹത്തിൽ എവിടെ നിലയ്ക്കും വെച്ച് പൊറപ്പിക്കാൻ കഴിയാത്ത ഒരു സംഗതിയായിട്ട് ഇത് നമ്മുടെ നാട്ടിലുണ്ട്. അത് ഏതോ ചില കേന്ദ്രങ്ങളിൽ വളരെ കൃത്യമായി തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്, ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നുണ്ട്, കുട്ടികളെ അഡിക്റ്റ് ആക്കുന്നുണ്ട്. ആദ്യം സൗജന്യമായി കൊടുത്തും പിന്നീട് പണത്തിന് കൊടുത്തും പിന്നീട് ആ പണം സമാഹരിക്കാൻ വേണ്ടി എന്ത് കൃത്യവും ചെയ്യാൻ കഴിയും വിധത്തിലുള്ള തലമുറയാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. ആ മാഫിയ സിനിമാ സെറ്റിലും സ്കൂളിലും കോളേജിലും എല്ലാ കേന്ദ്രങ്ങളിലും മയക്കുമരുന്ന് എത്തിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ ഒരു ഉദാഹരണം മാത്രമാണ് ഷൈൻ ടോം ചാക്കോ. വ്യക്തിയുടെ പേരിലേക്ക് പോകുന്നതിൽ കഥയില്ല. അയാളൊരു പക്ഷേ എൻ്റെ വിക്ടിമായിരിക്കാം, അയാൾ അതിൽ നിന്ന് പുറത്തു വരാനുള്ള ശ്രമം നടത്തി വിജയിച്ചിട്ടില്ല. അയാളെ ഇനിയും വേണമെങ്കിൽ നമുക്ക് അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയോ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്യാം. പക്ഷേ അയാൾ ഒരാളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. സോ എനിക്ക് തോന്നുന്നത് സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം കുറച്ചുകൂടി കൂടി. കാരണം നോക്കൂ, ഇത് സംഗതി യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാവുന്നു. ഷൈൻ തന്നെ കുറ്റം സമ്മതിക്കുന്നു, എനിക്കിത് കിട്ടാനുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഉയർന്ന ആരോപണങ്ങൾ പ്രധാനപ്പെട്ടതാണ്. പല ആളുകൾക്കും ഇത് കിട്ടുന്നു, അവരിത് ഉപയോഗിക്കുന്നു, സെറ്റിൽ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നതും ഒരു ഇൻഡസ്ട്രിയെ തന്നെ അത് ബാധിച്ചിരിക്കുന്നു, നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. അപ്പോൾ അത് നിയന്ത്രിക്കാൻ, അതിൻ്റെ സോഴ്സ് അടയ്ക്കാൻ സർക്കാർ എന്ത് ചെയ്യുന്നു? ഒരു കേസ് വരുമ്പോൾ ആ കേസ് പിടിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതൊരു പ്രശ്നമായി വന്നു. നമ്മുടെ പുതിയ കാലത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഇത്. ആ പ്രശ്നം പരിഹരിക്കാൻ നമുക്കൊരു സ്പെഷ്യൽ ഡ്രൈവ് ആവശ്യമില്ലേ? നമുക്കൊരു പ്ലാൻ വേണ്ടേ? ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ വേണ്ടേ? അങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ വഴി അടയ്ക്കാൻ നമ്മൾ ഇത്ര തരത്തിലുള്ള പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നു, പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുന്നു, പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, അതിന് ഇന്ന സംവിധാനങ്ങൾ കൊടുക്കുന്നു, ശാസ്ത്രീയമായിട്ടുള്ള ആധുനികവുമായിട്ടുള്ള മെത്തഡോളജി അതിനുവേണ്ടി നമ്മൾ അവലംബിക്കുന്നു. ഇതിലേക്ക് കടക്കേണ്ട സമയമായി കഴിഞ്ഞിട്ടുണ്ട്. അല്ലാതെ കുറേ കേസുകൾ വരുന്നു, 2 ഗ്രാം പിടിച്ചു, 3 ഗ്രാം കഞ്ചാവ് പിടിച്ചു, അത് സ്വാഭാവികമായിട്ടും വന്നാൽ പിടിക്കണം.
അതിനപ്പുറത്തേക്ക് ഇതൊരു സാമൂഹിക വിപത്തായി മാറിയിട്ടുണ്ട്. എല്ലാ ജീവിത മേഖലകളെയും അത് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് ഇരകളാക്കപ്പെട്ട മനുഷ്യരെ രക്ഷിക്കണം, മനുഷ്യരെ ഇരകളാക്കി ലാഭം കൊയ്യാൻ വരുന്ന കേന്ദ്രങ്ങളെ പിടിക്കണം, അതിൻ്റെ കിൻപിൻസായിട്ടുള്ള തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ പിടിക്കണം. അതിനെ പണിയെടുക്കാനുള്ള സമയം അതിക്രമിച്ചു എന്നുള്ളതിൻ്റെ അവസാനത്തെ സൂചനയായിട്ട് ഞാനതിനെ കാണുന്നുള്ളൂ.